ഈ നാമം ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനോട് വല്ലതും പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുന്നതാണ്. ഈ വാചകം ശരിക്കും ശ്രദ്ധിക്കുക സഹോദരങ്ങളെ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? അള്ളാഹുവിന്റെ അഅ്ളമായ ഇസ്മ, ഉന്നതമായ ഇസ്മിനെ മുൻനിർത്തിയാണ് ചോദിച്ചത്. അങ്ങനെ ചോദിച്ചാൽ ആ നാമത്തെ മുൻനിർത്തി എന്ത് ചോദിച്ചാലും ലഭിക്കും. അതാണ് ഇദാ സുഇല ബിഹി അഅത. ആ പേരുപയോഗിച്ചുകൊണ്ട് ചോദിച്ചാൽ അള്ളാഹു നൽകും. വഇദാ ദുഇയ ബിഹി അജാബ്. ആ നാമം ഉപയോഗിച്ചുകൊണ്ട് ദുആ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുകയും ചെയ്യും. അപ്പോൾ ഏതാണ് ആ അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തായ നാമം? മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് ഈ സ്വഹാബി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ ആദ്യത്തെ ആ അള്ളാഹുവിന്റെ പേരാണ്. എന്താണ്? അല്ലാഹുമ്മ, അള്ളാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്? ബി അന്നക അൻതല്ലാഹ്, നീയാകുന്നു അള്ളാഹു. അപ്പോൾ അള്ളാഹുവിന്റെ ഏറ്റവും മഹത്വമേറിയ ഇസ്മുൽ ജലാലത്താണത്, മഹത്വമേറിയ നാമമാണ്. മറ്റെല്ലാ നാമങ്ങളും അള്ളാഹ് എന്ന പേരിലേക്ക് ചേർക്കപ്പെടുന്നു, മറ്റെല്ലാ സിഫാത്തുകളും അള്ളാഹു എന്ന പേരിലേക്ക് ചേർക്കപ്പെടുന്നു. അതുകൊണ്ടാണ് പിന്നീട് അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ് പറയുന്നത്. അൽ അഹദ്, ഏകനാണ്. അസ്സമദ്, പരാശ്രയമുക്തനാണ്. അല്ലദീ ലം യലിദ് വലം യൂലദ്, ജനിപ്പിച്ചിട്ടില്ല, ജനിച്ചിട്ടില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, തുല്യനായി വേറെ ആരുമില്ല. അതുകൊണ്ട് ഉലമാക്കൾ പറയുന്നത് അള്ളാഹ് എന്ന നാമം ഉപയോഗിച്ചുകൊണ്ട്, ഇതേപോലെയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇസ്മുല്ലാഹിൽ അഅ്ളം എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ്. അതേപോലെ തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന മഹത്വത്തിൽ പിന്നീട് അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഈ ദുആയിൽ കാണുന്ന മറ്റു അസ്മാഇകൾ. ഉദാഹരണത്തിന് അൽ അഹദ്, അസ്സമദ്, അതേപോലെ തന്നെ അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. നമുക്കറിയാം സൂറത്തുൽ ഇഖ്ലാസിലെ ആയത്തുകളാണ് യഥാർത്ഥത്തിൽ ഇവ. സൂറത്തുൽ ഇഖ്ലാസിന്റെ പ്രത്യേകത നമുക്കറിയാം. സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ ഖുർആനിന്റെ 1/3 പാരായണം ചെയ്തതിന് തുല്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ അധ്യായങ്ങളിൽപ്പെട്ടതാണ് സൂറത്തുൽ ഇഖ്ലാസ്. നിരന്തരം നമ്മുടെ ജീവിതത്തിൽ ചൊല്ലാൻ വേണ്ടി പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു അധ്യായം കൂടിയാണ് സൂറത്തുൽ ഇഖ്ലാസ്. കാരണം അതിൽ അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളാണ് വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരു സഹാബി സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത്. ആ സ്നേഹം താങ്കളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞത് അള്ളാഹുവിന്റെ അസ്മാഉ വ സിഫാത്തുകളിൽ ഏറ്റവും ശ്രദ്ധേയമായതാണ് ഇതിലുള്ളത്. മാത്രമല്ല, ചില ആളുകൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച സന്ദർഭത്തിലാണ് ഈ അധ്യായം അവതരിപ്പിക്കപ്പെടുന്നത്. എന്താണ് അവർ ചോദിച്ചത്? നീ പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. അപ്പോഴാണ് അള്ളാഹുവിന്റെ വിശേഷണങ്ങളായി സൂറത്തുൽ ഇഖ്ലാസ് അവതരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഏറ്റവും ഉന്നതമായ വിശേഷണങ്ങളും റുബൂബിയത്തിലും ഉലൂഹിയത്തിലും അസ്മായിലും സിഫാത്തിലുമുള്ള അള്ളാഹുവിന്റെ ഏകത്വത്തെ സ്ഥാപിക്കുന്ന വിശേഷണങ്ങളാണ് ഈ പ്രാർത്ഥനയിൽ നാം കാണുന്നത്, ഈ വിശേഷണങ്ങളിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ദുആ ചെയ്യുമ്പോൾ, വേറെ ഏത് കാര്യങ്ങൾ ദുആ ചെയ്യുകയാണെങ്കിലും ഇത്തരം വാക്കുകൾ കൊണ്ട് തുടങ്ങിയാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.